അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ ശ്രദ്ധ ഒരല്പസമയത്തേക്ക് മലയാള മണ്ണിൻ്റെ മദീനയിലേക്ക്, അതായത് പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ചരിത്ര കഥയുടെ പേര് വിളക്കണഞ്ഞ വീട്. അതെ, വിളക്കണഞ്ഞ വീട്. അൽഹംദിനുടയോനേ കരുണാകിരണം തരണേ, ആറ്റൽ നബിയിൽ അഹ്ലിൽ സ്വലവാത്തുകളായി വരണേ. അൽഹംദിനുടയോനേ കരുണാകിരണം തരണേ, ആറ്റൽ നബിയിൽ അഹ്ലിൽ സ്വലവാത്തുകളായി വരണേ. പൊരുത്തം കൊതിവെച്ചിതരങ്ങൾ ബിരുത്തുന്നൊരു സൽചരിതം, പ്രിയമുത്ത് ശിഹാബവര് വിദേശത്തേക്കകലുന്ന ഗതം, ഒരു ദീനം മാറാനേ പുതുവൈദ്യം തേടാനേ, ഒരു ദീനം മാറാനേ പുതുവൈദ്യം തേടാനേ. അതെ, വർഷങ്ങളായി തന്നെ അലട്ടുന്ന ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാര ചികിത്സ തേടി അമേരിക്കയിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങുകയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഉമ്മത്തിന്റെ കാവൽ വിളക്കായി, സ്നേഹത്തിന്റെ മധുരമന്താരം വിരിഞ്ഞ താഴ്വാരമായി, പരാതികളുമായി എത്തുന്ന പതിനായിരങ്ങൾക്ക് പരിഹാരത്തിന്റെ സുപ്രീം കോടതിയായി, തോരാത്ത കണ്ണീരുകൾക്ക് സ്വാന്തന തൂവലായി നിറഞ്ഞു നിന്ന ആ അനുപമ സാമീപ്യം അല്പനാളത്തേക്ക് അകലുകയാണ്. കണ്ണെത്താ ദൂരത്തേക്ക് കടൽ കടന്ന് നിറഞ്ഞ പ്രാർത്ഥനയും തകർന്ന ഹൃദയവുമായി യാത്രയാക്കാൻ ഒരുങ്ങിയ ലോക മലയാളികൾക്കിടയിൽ ഏറെ സങ്കടപ്പെട്ട ഒരു മനസ്സുകൂടി ഉണ്ടായിരുന്നു. തൻ്റെ പ്രിയതമ ഉമ്മത്തിന് വേണ്ടി കത്തിയെറിഞ്ഞ് തീരുന്നതിനിടയിൽ വീണു കിട്ടാനുള്ള അപൂർവ വേളകളിൽ സ്നേഹം കൊണ്ട് വീർപ്പമുട്ടിക്കുന്ന തൻ്റെ ആ പ്രിയ പത്നിയോടും യാത്ര പറഞ്ഞ് ഹൃദയം തൻ്റെ സ്നേഹനിധികളായ അനുയായികളിൽ ഏൽപ്പിച്ച് ശിഹാബ് തങ്ങൾ യാത്ര തിരിച്ചു. അനിവാര്യതയുടെ വിമാനമേറി തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മുനവർ മോനോടൊപ്പം മണിക്കൂറുകൾ പറന്നു. സൗഖ്യത്തിൽ ആളനകൾ തേടി എന്നാട്, പിന്നെ പ്രാർത്ഥനകളിലാണ്ട് കഴിഞ്ഞു. ഒട്ടും അടഞ്ഞിടാത്ത പാണക്കാട്ടെ കവാടം പറ്റേ മൗനത്തിലലിഞ്ഞു. സൗഖ്യത്തിൽ ആളനകൾ തേടി എന്നാട്, പിന്നെ പ്രാർത്ഥനകളിലാണ്ട് കഴിഞ്ഞു. ഒട്ടും അടഞ്ഞിടാത്ത പാണക്കാട്ടെ കവാടം പറ്റേ മൗനത്തിലലിഞ്ഞു. പ്രിയരെ, പതിനായിരങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനകൾ മലയാളികളുടെ ലോകമെമ്പാടും റബ്ബിലേക്ക് ഉയർന്നുകൊണ്ടേയിരുന്നു. പുണ്യപ്രവാചകന്റെ സ്വഭാവ വിശേഷണങ്ങളും ശാരീരിക പ്രത്യേകതകളും ഒട്ടേറെ സമ്മേളിച്ച തൻ്റെ പേരക്കുട്ടിയുടെ ചികിത്സ സമ്പൂർണ്ണ വിജയമാകണം എന്ന പ്രാർത്ഥനകൾക്കിടയിലൂടെ അമേരിക്കയിലെ അതിവിദഗ്ധരായ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നു. ഏതോ കറുത്ത കരങ്ങൾ ഇരുട്ടിന്റെ കൂട്ടുപിടിച്ച് തളി ക്ഷേത്രത്തിന്റെ വാതിൽ തകർത്തപ്പോൾ മതസൗഹാർദ്ദത്തിന്റെ അമൃത കുംഭമായി നൂറ്റാണ്ടുകളിൽ നിന്ന ബാബരുടെ താഴ്കക്കുടങ്ങൾ ഫാഷിസ കാട്ടാളന്മാർ തച്ചുടച്ചപ്പോൾ മലയാള മനസ്സുകൾ ഒരു പരിഹാരത്തിനായി കാതോർത്തപ്പോൾ വ്യക്തമായ പരിഹാരം പറഞ്ഞുകൊടുത്ത സ്നേഹ സമാധാനത്തിന്റെ കാരുണ്യ സ്പർശനമായിരുന്നവർ. എല്ലാ കൈകളും പൊന്നു തങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടി ഉയർന്ന നേരത്താണ് വിധി മറ്റൊരു വികൃതി ഒപ്പിച്ചത്. ഉള്ളുലയുന്നൊരു വാർത്ത മുനവ്വർ മോനിൽ വന്നെത്തുന്നു. അങ്ങാ കൊടപ്പനക്കൽ വീട്ടിൽ അസ്റായീലെത്തുന്നു. ഉപ്പയെ കാത്തു തളർന്നു കഴിഞ്ഞുള്ളും മാമൗത്തണയുന്നു. ഇപ്പോഴുമൊന്നും അറിഞ്ഞിട്ടില്ല, തുപ്പ ഉണർന്നിടുന്നു. 2006 ഏപ്രിൽ മാസം 20-ാം തീയതി അമേരിക്കയിലെ മയോ ക്ലിനിക് എന്ന ഹോസ്പിറ്റലിൽ
ഡോക്ടർ പൈബ്രാജും സഹപ്രവർത്തകരും മുനവറലി തങ്ങളും അതീവ സന്തുഷ്ടരായിരുന്നു. കാരണം അവരുടെ അന്നത്തെ രോഗിയായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ശിരസിൽ നടത്തിയ ഓപ്പറേഷൻ സമ്പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. മുനവർ മോൻ ഈ വിവരം വീട്ടിലേക്ക് വിളിച്ച് പൊന്നുമ്മയെ അറിയിച്ചു. അൽഹംദുലില്ലാ എന്ന സുതുവാക്യത്തോടൊപ്പം സന്തോഷ കണ്ണീരും ഉമ്മ പൊഴിക്കുന്നുണ്ടെന്ന് മുനവർ മോൻ ബോധ്യപ്പെട്ടു. ഫോൺ കട്ട് ചെയ്ത് ഉപ്പയെ കൂട്ടി ഹോട്ടൽ മുറിയിലേക്ക് വിശ്രമിക്കാൻ തിരിച്ചു. പക്ഷേ ആ സന്തോഷം വിളക്കണി വേഗത്തിൽ കെട്ടുപോയി. ഫോൺ വീണ്ടും ബെല്ലടിച്ചു. നേരത്തെ വിളിച്ചു വെച്ച ഉമ്മയുടെ വിയോഗ വാർത്തയായിരുന്നു മുനവറലി തങ്ങൾ അന്നേരം കേട്ടത്. ആകെ തകർന്നു പോയ നിമിഷം പൊന്നുമ്മ വഫാത്തായിരിക്കുന്നു. ഒന്ന് പോകാനോ കാണാനോ ആ കവിൾ തടങ്ങളിൽ അന്ത്യചുംബനം അർപ്പിക്കാനോ പറ്റാത്ത വിധം താൻ ഒരുപാട് ദൂരെയാണെന്ന് തങ്ങൾ തിരിച്ചറിയുന്നു. അതെല്ലാം സഹിക്കാം, പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ പൂർണ്ണ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ലാത്തുപ്പയോട് തൻ്റെ പ്രിയതമ ഇനിയില്ലെന്ന് എങ്ങനെ ഞാൻ അറിയിക്കും? ക്ഷമ തരണേ നാഥ, ഉപ്പാക്ക് ക്ഷമയും ശമനവും നൽകണേ നാഥ. ഓർമ്മ പരിശോധിക്കുവാനെത്തുന്നു ഒരു ഡോക്ടർ, അവർ ഒരു പേന നൽകുന്നു. ഒന്നെഴുതൂ ഒരിഷ്ട പേരവർ ചൊന്നു. പ്രിയതമയുടെ നാമം ഉടനെഴുതുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആരോഗ്യനില പരിശോധിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് റൂമിലെത്തുന്നു. ഓർമ്മശക്തി പരിശോധിക്കാൻ വേണ്ടി ഒരു പേപ്പറും പേനയും കൊടുത്ത് ഏറ്റവും കാണാൻ കൊതിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരെഴുതൂ എന്ന് നിർദ്ദേശിക്കുന്നു. തങ്ങൾ പേന വാങ്ങി എഴുതി ആ പേര് കണ്ട് എല്ലാവരും അരനിമിഷം കണ്ണുകൾ ഇറുക്കിയടിച്ചു. ഏതു ദൃഢചിത്തനായ മനുഷ്യനും തകർന്നു പോകുന്ന കാഴ്ചയായിരുന്നത്. ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ വെച്ച് കാണാൻ പറ്റാത്ത വിധം തന്നിൽ നിന്ന് വേർപെട്ട തൻ്റെ നല്ല ഭാര്യയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ പേരായിരുന്നു ആ പേപ്പറിൽ കുറിച്ചത്. എല്ലാം കണ്ട് മരവിച്ച് നിൽക്കുന്ന മുനവറലി തങ്ങൾ ആത്മനിയന്ത്രണം വീണ്ടെടുത്തു. അല്ല, ഇത് ദുർബലനായി തീരേണ്ട നേരമല്ല. ഉമ്മ പോയി. ഇനി ആ വിവരം ഉപ്പയെ അറിയിച്ച് മറ്റൊരു ദുഃഖ വാർത്ത കൂടി കേൾക്കാൻ ഇടവരുത്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മുഖഭാവമായി മുനവർ മോൻ ഉമ്മത്തിന്റെ കാവൽക്കാരനെ സമചിത്തതയോടെ കൂട്ടിയിരുന്നു. ആശങ്കയുടെ ദിവസങ്ങൾ ഒരു സാരമായി മുറിവേറ്റ മാനിനെ പോലെ വേച്ച് കടന്നുപോയി. നാട്ടിലേക്ക് ഉപ്പയെ കൂട്ടി മടക്കയാത്ര തിരിച്ചു. എന്ത് പറയും ഉപ്പയോട്? ആര് പറയും വീട്ടിൽ ഇനി ഉമ്മയില്ലെന്ന്? ഇണക്കിളിയില്ലാത്ത കൂട്ടിലേക്കാണ് ഉപ്പ ചെന്ന് കയറുന്നതെന്ന് ആരാണെന്നുണർത്തുക? പൊന്നു തങ്ങളെ കാത്ത് അനേകർ തിങ്ങി നിറഞ്ഞ മൗനം കുടിയേറി പാർത്ത തറവാട്ട മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഉമറിൽ തങ്ങൾ മല്ലെ പറഞ്ഞു തുടങ്ങി. ഈ കാക്ക ഇത്താത്ത കബറിലാണ്. ഒരു മഹാവിസ്ഫോടനം പ്രതീക്ഷിച്ച ജനക്കൂട്ടം പക്ഷെ അവിടെ കേട്ടത് അൽ ഫാത്തിഹ എന്ന അത്ഭുത മന്ത്രമായിരുന്നു. മഹാസാഗരം അലയെടുക്കുന്ന കൽബുമായി അതീവ ശാന്തനായി തങ്ങൾ നേരെ നടന്നു പ്രിയതമയുടെ കബറിനരികിലേക്ക്. സ്വർഗം ഒരുക്കണേ നാഥാ, സ്വസ്ഥമീ തണലും തുടർത്ത് നീ നാഥാ. സ്വർഗം ഒരുക്കണേ നാഥാ, സ്വസ്ഥമീ തണലും തുടർത്ത് നീ നാഥാ. ജീവിതത്തിന്റെ മുഴുവൻ പ്രതിസന്ധി ഘട്ടത്തിലും അതീവ ശാന്തനായി നടന്നിയ ശിഹാബ് തങ്ങളും പൂക്കോയ തങ്ങളും നമുക്കായി കത്തിച്ചു വെച്ച ഓരോ വിളക്കുകളും സമുദായത്തിനായി ഇന്ന് ഒരുങ്ങുകയാണ്. ഇന്നലെ ഹൈദരലി തങ്ങളിലൂടെ, ഇന്നത് സാദിഖ് അലി തങ്ങളിലൂടെ അന്ത്യനാൾ വരെ നൂഹ് നബിയുടെ കപ്പൽ പോലെ ഏത് കാറ്റിലും കോളിലും ആടാതെ ഉലയാതെ ഉമ്മത്തിനായി ഒഴുകി നടക്കും. അള്ളാഹു കാവലൊരുക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഞങ്ങൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.